പ്രിയ സ്നേഹിതരെ, താൻ എടുക്കുന്ന തീരുമാനങ്ങൾ മാത്രമേ ദൈവനിശ്ചയമുള്ളൂ എന്ന് കരുതുന്ന ഒരാൾ അഹന്ത കൊണ്ട് അന്ധനായ മനുഷ്യനാണ്. ചിലപ്പോൾ അവൻ ദൈവത്തിൻ്റെ റോൾ സ്വയം ഏറ്റെടുത്ത് കളയും. മറ്റൊരാളുടെ ആത്മരക്ഷ തന്നിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നയാൾ സ്വയം പ്രഖ്യാപിക്കും. നീതിയും ന്യായവുമൊക്കെ താൻ നിശ്ചയിക്കുന്നത് പോലെയാണെന്നും സ്വർഗവും നരകവുമൊക്കെ തന്നിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നും അയാൾ വിധിയെഴുതും. സത്യത്തിൽ അത്തരക്കാരാണ് സഭയിൽ ഭിന്നിപ്പിനും വിശ്വാസ സമൂഹത്തിൽ ഇടർച്ചയ്ക്കും കാരണമാകുന്നത്. ദൈവത്തെ ദൈവമായി മാത്രം കാണുക, വണങ്ങുക, അവൻ്റെ അധികാരപരിധിയിൽ കൈവയ്ക്കാതിരിക്കുക, സ്വയം ദുർബലനായ മനുഷ്യനെന്ന അവബോധത്തോടെ ആത്മീയ ശുശ്രൂഷ ചെയ്യുക. മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ അരിമശിഷ്യൻ യോഹന്നാൻ പറയുന്നുണ്ട്, ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകൾ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ അവനെ തടഞ്ഞു, കാരണം അവൻ നമ്മളെ അനുഗമിച്ചില്ല. ഗുരു തന്നെ അഭിനന്ദിക്കുമെന്ന് കരുതി അവന് തെറ്റി. അവനെ തടയേണ്ടെന്നും നമുക്കെതിരെ അല്ലാത്തവൻ നമ്മുടെ പക്ഷത്താണെന്നും ക്രിസ്തു ഓർമ്മിപ്പിക്കുക. നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്ത ഒരാൾക്ക് നന്മ ചെയ്യാനാകുമെന്നും വിശുദ്ധിയിൽ ജീവിക്കാൻ കഴിയുമെന്നും ദൈവപ്രീതി സ്വന്തമാക്കാൻ ആകുമെന്നും തിരിച്ചറിയുവാൻ നമുക്കൊരുപാട് എളിമ ആവശ്യമുണ്ട്. ഐക്യത്തിനും ഒരുമയ്ക്കും വേണ്ടിയുള്ള ശ്രമങ്ങൾ നല്ലതാ. തുറവിയുള്ള ആരോഗ്യപരമായ സംവാദങ്ങൾ നല്ലതാ. എന്നാൽ സംവാദങ്ങൾ കലഹങ്ങളായി മാറാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുക. സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും: നമ്മിൽ നിന്നും അകലം പാലിക്കുന്ന എതിരഭിപ്രായമുള്ളവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നുണ്ട്. ഗോഡ് ബ്ലസ്സസ് പീപ്പിൾ വി ഡിസഗ്രി വിത്ത്. ചിലപ്പോഴെങ്കിലും വ്യക്തി ജീവിതത്തിൽ ഒരുപാട് ബലഹീനതയുള്ള ചിലരെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു നിരാശ വരും. എന്നാൽ എളിമ നമ്മെ ശാസിക്കട്ടെ. ദൈവത്തിന് എല്ലാത്തിനും അധികാരമുണ്ട്. അവൻ ദൈവമായിരിക്കുന്നിടത്തോളം കാലം ആരെയും അനുഗ്രഹിക്കുവാനുള്ള അധികാരമുണ്ട്. നമ്മുടെ അനുവാദം ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നടക്കുന്ന എല്ലാ സംഘർഷങ്ങളെയും ഇല്ലാതാക്കാൻ ഒരു ചെറിയ നിലപാടെടുത്താൽ മാത്രം മതി. നമ്മളോട് എതിരഭിപ്രായമുള്ളവരെ ദൈവം വിധിച്ചു കൊള്ളട്ടെ എന്ന് പ്രഖ്യാപിച്ച് സ്വയം പിന്മാറാനാക്കണം. ലെറ്റ് ഗോഡ് ഡീൽ വിത്ത് പീപ്പിൾ ഹൂ ഡിസഗ്രി വിത്ത് യു. ദൈവനാമത്തിൽ അവരെ സഹോദരി സഹോദരന്മാരെ പരിഗണിക്കുക മാത്രം ചെയ്യുക. ക്രിസ്ത്യൻ ചാരിറ്റി എന്ന് വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ ശരിയെന്ന് കരുതുന്നത് പോലെ മറ്റൊരാൾക്ക് അയാളുടെ ശരികളോട് നീതി പുലർത്തുവാൻ അവകാശം കൊടുക്കുന്നതാണ്. കാര്യങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരാളെ വിമർശിക്കുന്നതിൽ നിന്നും അകന്നു മാറുക. റിഫ്യൂസ് ടു ക്രിറ്റിസൈസ് ദോസ് ഹു സീ തിങ്സ് ഡിഫറൻ്റ്ലി. പല കാര്യങ്ങളിലും എതിരഭിപ്രായമുള്ളവരെയും നിന്റെ സൗഹൃദ വലയത്തിലേക്ക് കൊണ്ടുവരാൻ മാത്രം നിന്റെ സ്നേഹം ക്രിസ്തു സദൃശമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക.